അമേരിക്കൻ ഐക്യനാടുകൾ എന്നും അറിയപ്പെടുന്നത് കുടിയേറ്റക്കാരുടെ നാട് എന്നാണ്. എന്നാൽ വരും വർഷങ്ങളിൽ അമേരിക്കൻ ഇമിഗ്രേഷൻ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ വീണ്ടും ചർച്ചയാകുമ്പോൾ നിയമപരമായ കുടിയേറ്റവും പകുതിയോളം കുറയ്ക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തിടെ പുറത്തുവന്ന ഇമിഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരം നയങ്ങൾ അമേരിക്കയുടെ ജനസംഖ്യാ വളർച്ചയെയും സാമ്പത്തിക അടിത്തറയെയും എങ്ങനെ ബാധിക്കും? കുടുംബങ്ങൾ ഒത്തുചേരുന്നതിനും IT പ്രൊഫഷണലുകൾക്കും ഈ മാറ്റങ്ങൾ എന്ത് ആഘാതമാണ് ഉണ്ടാക്കുക? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ആഴത്തിൽ പരിശോധിക്കുന്നത്. സാധാരണയായി അമേരിക്കൻ ഇമിഗ്രേഷൻ ചർച്ചകൾ നിയമവിരുദ്ധ കുടിയേറ്റത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കാറുള്ളത്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം നിയമപരമായ കുടിയേറ്റങ്ങളും നിയന്ത്രിക്കുക എന്നതാണ്. ഫാമിലി വിസകൾ, എംപ്ലോയ്മെന്റ് വിസകൾ എന്നിവയിൽ വലിയ വെട്ടിക്കുറയ്ക്കലുകൾ വരുത്താനാണ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാനമായും മെറിറ്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ എന്ന രീതിയിലേക്ക് മാറാനാണ് നീക്കം. അതായത് കുടുംബ ബന്ധങ്ങളെക്കാൾ ഉപരിയായി ഉയർന്ന വിദ്യാഭ്യാസവും പ്രൊഫഷണൽ വൈദഗ്ധ്യവും ഉള്ളവർക്ക് മാത്രം മുൻഗണന നൽകുക. ഇത് നിലവിൽ ഫാമിലി സ്പോൺസർഷിപ്പ് വഴി ഗ്രീൻ കാർഡ് പ്രതീക്ഷിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് കുടിയേറ്റക്കാരെ ഇത്രയധികം ആവശ്യം എന്നാണ് ഇനി പറയുന്നത്. ഉത്തരം സിമ്പിൾ ആണ്: ജനസംഖ്യാ വളർച്ച. മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനമനുസരിച്ച് അമേരിക്കയിലെ സ്വാഭാവിക ജനനനിരക്ക് ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റക്കാരില്ലാതെ അമേരിക്കൻ ജനസംഖ്യ വളരുകയില്ലെന്ന് മാത്രമല്ല, വരും ദശകങ്ങളിൽ അത് ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യും. ഇത് രാജ്യത്തെ തൊഴിൽ മേഖലയെയും ഉപഭോഗ വിപണിയെയും ദോഷകരമായി ബാധിക്കും. ജനസംഖ്യ കുറയുന്നതോടെ നികുതി വരുമാനം കുറയുകയും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ പ്രയാസമാവുകയും ചെയ്യും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഓരോ മേഖലയിലും കുടിയേറ്റക്കാരുടെ സാന്നിധ്യമുണ്ട്. ഉയർന്ന ശമ്പളമുള്ള ടെക്നോളജി മേഖല മുതൽ കൃഷി, നിർമ്മാണം, ആരോഗ്യരംഗം എന്നിവയിൽ കുടിയേറ്റക്കാർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിയമപരമായ കുടിയേറ്റം 50% വരെ കുറയ്ക്കുകയാണെങ്കിൽ വൻകിട കമ്പനികൾക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ കിട്ടാതെ വരും. തൊഴിലാളികൾ കുറയുമ്പോൾ വേതനം ഉയർത്തേണ്ടി വരും. ഇത് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടാൻ കാരണമാകും. അമേരിക്കയിൽ തൊഴിലാളികളെ കിട്ടാതെ വരുമ്പോൾ കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ചെയിൻ ഇമിഗ്രേഷൻ എന്നറിയപ്പെടുന്ന ഫാമിലി സ്പോൺസർഷിപ്പ് നിർത്തലാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് അമേരിക്കൻ സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. നിലവിൽ ഒരു അമേരിക്കൻ പൗരന് തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പുതിയ നയങ്ങൾ പ്രകാരം ഇത് പങ്കാളികൾക്കും പ്രായപൂർത്തിയാകാത്ത മക്കൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയേക്കാം. ഇത് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെയാണ് തകർക്കുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി വിസകൾ ഗ്രീൻ കാർഡിനായുള്ള ഒരു പ്രധാന മാർഗമാണ്. ഈ വാതിലുകൾ അടയുന്നത് പ്രവാസികളെ സംബന്ധിച്ച് ആശങ്കാജനകമാണ്. ഇന്ത്യയിൽ നിന്നുള്ളവർ ഇതിനകം തന്നെ വർഷങ്ങളോളം നീണ്ട ഗ്രീൻ കാർഡ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. പുതിയ നിയമങ്ങൾ വരുന്നതോടെ വീണ്ടും കാത്തിരിപ്പ് നീണ്ടേക്കാം. എംപ്ലോയ്മെന്റ് ബേസ്ഡ് വിസകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് IT പ്രൊഫഷണലുകളുടെ ജീവിതം അനിശ്ചിതത്വത്തിലാക്കും. കൂടാതെ പൊതു ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് ഗ്രീൻ കാർഡ് നിഷേധിക്കുന്ന പബ്ലിക് ചാർജ് നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നത് കുറഞ്ഞ വരുമാനക്കാരായ അപേക്ഷകരെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. മിക്ക സാമ്പത്തിക വിദഗ്ധരും ഈ വെട്ടിക്കുറയ്ക്കലിനെ എതിർക്കുന്നുണ്ട്. കുടിയേറ്റം കുറയുന്നത് അമേരിക്കയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെ, അതായത് GDPയെ 0.5% മുതൽ 1% വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നു. അമേരിക്കയെ ഒരു ഇന്നൊവേഷൻ ഹബ്ബായി നിലനിർത്തുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളാണ്. അവരെ തടയുന്നത് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് തന്നെ ഭീഷണിയാകും. ചുരുക്കത്തിൽ അമേരിക്കൻ ഇമിഗ്രേഷൻ നയങ്ങളിലെ മാറ്റങ്ങൾ വെറും രാഷ്ട്രീയ വിഷയമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയും ഒരു രാജ്യത്തിന്റെ ഭാവിയെയും ബാധിക്കുന്ന കാര്യമാണ്. നിയന്ത്രണങ്ങൾ വരുന്നത് അമേരിക്കയെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് ഒരു വിഭാഗം ബാധിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ വളർച്ചയെ തളർത്തുമെന്നാണ് മറ്റൊരു വിഭാഗം ആശങ്കപ്പെടുന്നത്.